ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഫോണടി കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് ആളെത്തി. കാരണം എന്നെ വീടിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടിട്ട് പുറത്തോട്ട് പോയേക്കണേ. ഞാനിവിടെ നിൽക്കണേതെ, നിങ്ങൾക്കറിയാവോ അത്? എന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു മനുഷ്യൻ. നിനക്ക് തെളിവ് ഞാൻ കാണിച്ചു തരാം. എന്താണ് ഇല്ല നിൽക്കുന്നത്, നിൽക്കണം. ഇനി ഇവിടെ വന്ന് ഡോർ പൂട്ടിട്ട് എനിക്ക് തുറക്കാം. വരും, തുറക്കണേ, വാതിൽ തുറക്ക്, തുറന്നു കാണണേ. എന്നെ പൂട്ടിയിട്ടിട്ട് നീ പോയല്ലേ? ലൈറ്റ് ഇട്ട് ഇതിന് പോകാൻ കാണത്തില്ലേ? ഒരു ഭാര്യയുടെ മുറിക്കുള്ളിൽ, മുറിക്കല്ലേ, വീടിന്റെ ഉള്ളിൽ പൂട്ടിയിട്ടിട്ട് എന്തിനാ നീ പൂട്ടിയിട്ടത്? എനിക്കത് അറിയണ്ടായിരുന്നില്ല. രാവിലെ ഞാൻ എന്റെ രാവിലത്തെ പരിപാടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫുഡ് കൊടുത്ത് ഞാൻ പുറത്തോട്ട് പോയിട്ടിരുന്നു. ഞാൻ തട്ടി വിളിച്ചാ പോലും ഞാൻ വിളിച്ചിരുന്നു കളിക്കും. പിന്നെ ഞാൻ തട്ടിക്കൊടുത്ത് പിന്നെ ഉറക്കിട്ട് വേണം പോകാൻ. പോകുമ്പോ ഞാൻ വാഴ തട്ടുണ്ടായിരുന്നു. ഇവിടെ റോണുണ്ട്, അപ്പൊ പിന്നെ വാതിൽ തുറന്നിട്ട് പോയാൽ യാതൊരു പ്രശ്നമില്ല. റോണോനെ ഞാൻ കെട്ടിയിട്ടില്ലെങ്കിൽ അവൻ ഓടിക്കളി ഗേറ്റ് തുറന്നു. ഗേറ്റും പൂട്ടിയിട്ടേക്കണം, ഗേറ്റ് പൂട്ടിയിട്ടേക്കണം. രാവിലെ തന്നെ ഇത് വർഷങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന കാര്യം രാവിലെ ഇയാൾ പൂട്ടിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് വീഡിയോ എടുക്കാനുണ്ടാവും. ചിലപ്പോ എന്തെങ്കിലും കാര്യം എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അതിനെ പുറത്തോട്ട് ചെയ്യുന്ന വണ്ടിക്ക് എന്താ പറ്റിയത് കാണിച്ചു കൊടുക്കുന്നു. അതായത് ബേറിങ്ങി പോയിട്ട് ഇങ്ങനെ ആട് വരും. ഇപ്പൊ അത് ശരിയാക്കി ഒരു 750 പോയിട്ട് രാവിലെ ചില വണ്ടികൾ പോകുന്നപ്പോ ടയർ ഇങ്ങനെ ഞാനിതൊന്നും അറിയുന്നില്ല. ഞാൻ എത്ര കാണിച്ചിട്ടുണ്ട് തന്നെ. ഞാൻ ഓട്ടോന്റെ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓട്ടോന്റെ വണ്ടിയിലെ ടൂ വീലറിന്റെ അതേപോലെ ആരെയാണ് ഞാൻ പോയത് പുറകിലിരുന്ന്. എന്നോട് പറഞ്ഞില്ലല്ലോ, നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ അതങ്ങനെ ശരിയാക്കി. പിന്നെ ചെയിനൊക്കെ വെച്ചിട്ടായിട്ട് ഇയാളുടെ രാവിലത്തെ പാല് ഞാൻ എടുത്ത് കൊടുക്കുന്നത്. ഇതാണ് എനിക്ക് രാവിലത്തെ പാല്. ബ്രേക്ക്ഫാസ്റ്റ് ഹൈ പ്രോട്ടീൻ മുസ്ലിം ദ ബെസ്റ്റ് ഫുഡ്. നല്ല ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പാലുകൂട്ടി കഴിക്കാൻ പ്രത്യേകിച്ച് ഷുഗർ കട്ട് ചെയ്യുന്നവർക്കൊക്കെ ബെസ്റ്റ് ആണ്. കാര്യം ഇതിനകത്തുനിന്ന് ഒരു ടേസ്റ്റ് കിട്ടും. അതെ, അതുപോലെ ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അതേ സിറ്റുവേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിവിടെ പുല്ല് വെട്ടാൻ വേണ്ടി ഒരു ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ചേട്ടൻ 2-3 ദിവസം കഴിയുമ്പോൾ വരാന്നാണ് പറഞ്ഞേക്കുന്നത് പുല്ല് വെട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇച്ചായി മടുത്ത് പുല്ല് വെട്ടി ഇച്ചായി എനിക്കൊന്ന് ഒരു 3 തവണയായിട്ട് ഒരു മാസത്തിൽ തന്നെ വെട്ടിച്ചിട്ട്. അതുകൊണ്ട് അതെ, തടം എടുക്കണം. ഇതാണ് ഇത് മുടങ്ങി പോട്ടെ. കടിക്കണോ വേണ്ടെന്ന് ആലോചിക്കണേ. പിന്നെ അവൻ ചെരുപ്പ് എടുത്തു, പക്ഷേ ഇല്ലേ ആരുടെ ചെരുപ്പ് കടിച്ചു പൊട്ടിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. അവന്റെ ഒരു ഹോബിയാണ്. എടുത്തോണ്ട് അവന്റേതായ ഒരു പ്ലേസ് ഉണ്ട് ഈ നാരങ്ങയുടെ ചോട്ടിൽ. അവിടെ കൊണ്ടു വെക്കും, അല്ലെങ്കിൽ ഈ ഗേറ്റിന്റെ കൊണ്ട് വെക്കും. കളിക്കാനാണ്. അതെ, ഈ ചെരുപ്പൊക്കെ ഞാൻ പേടിച്ച് ചിലത് എന്റെ ക്രോക്സ് മൊത്തം നശിപ്പിച്ചു. അത് അതിന്റെ മേളില് ഇങ്ങനെ ചെറിയ ടോയ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കടിച്ചെടുത്തിട്ട്, അല്ലാതെ ചെരുപ്പിന് വേറെ ടോയൊക്കെ എടുത്ത് കടിച്ച് പൊട്ടിച്ച് പകുതിയൊക്കെ തിന്ന് പകുതിയൊക്കെ അവിടെ തുപ്പിയിട്ട് അതെ അതെല്ലാം നിർത്തി. അപ്പൊ എന്തായാലും നമുക്ക് അതൊട്ട് ബ്രേക്ക്ഫാസ്റ്റിലെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. രാവിലെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി. ഇതേ ഇവിടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്ക് ഉള്ളത് ബീഫ് കറി ഉണ്ടാണ്. ബീഫ് കറി ഇന്നലെ വെച്ച ബീഫിന്റെ ബാക്കിയുണ്ട്, ഉരുളക്കിഴങ്ങ് ഇട്ടത്. അപ്പൊ ഇത് വെച്ച് ഞാൻ കഴിക്കും. പിന്നെ എനിക്ക് ചായക്കുള്ള പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ചായക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അതാ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങാണ് ഈ ചായക്കുള്ളത്. അങ്ങനെ ആയി വരുന്നത്. ഇത് ഇപ്പൊ വാങ്ങിക്കൊണ്ടില്ലേ, അത് പാലിലിട്ടിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 സ്പൂൺ ഞാൻ എടുക്കും, അത് വേറെ കാര്യം. പിന്നെ അതെ ഇവിടെ ചെമ്മീൻ വാങ്ങി വെച്ചു. 2 ദിവസം മീൻ വാങ്ങാൻ പോയപ്പോ നമ്മള് മീൻ വാങ്ങുന്ന സ്ഥലത്ത് മീൻ വാങ്ങാൻ വേണ്ടി പോയപ്പോ അവിടെ നിന്ന് ചെമ്മീനും വാങ്ങി. ഇച്ചായി ചെറിയ ഡയറ്റുകൾ കാര്യങ്ങൾ നോക്കി പോണോണ്ട് എനിക്ക് ശരിക്കും കറി വെക്കാൻ മടി വന്നിട്ട് ഞാൻ ശരിക്കും മടിച്ചായി പോയി. ഇച്ചായി ഡയറ്റ് എടുത്തപ്പോൾ മുതൽ ഞാൻ മടിച്ചായി മാറിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പണിയെടുക്കാനൊക്കെ മടിയാവും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ചപ്പാത്തി മറ്റേത് ഞാൻ സാധാരണ ഗോതമ്പ് പൊടിയിലിട്ട് കുഴച്ച് ചപ്പാത്തി പരത്തി ചുട്ടെടുക്കണം. ഞാനിപ്പോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് അതൊരു 3 എടുത്ത് രാവിലെ അത് ചുട്ടെടുക്കും. എന്നിട്ട് ബാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. എന്നിട്ട് നാളെ പിന്നെ പുട്ടുണ്ടെങ്കിൽ പുട്ടൊക്കെ ഞാൻ ഒരുമിച്ച് കുതിർത്തി വെക്കും. അതായത്
ഇച്ചായിക്ക് ഇപ്പോൾ അങ്ങനെ പുട്ടൊന്നും അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ഞാൻ പുട്ട് കുതിർത്തി വെക്കും. കുതിർത്തി വെക്കുന്നത് രണ്ട് ദിവസത്തേക്കുള്ളതൊക്കെ കുതിർത്തി വെക്കും. അപ്പൊ എനിക്ക് ഇന്ന് പുട്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള പുട്ടിന്റെ പൊടി ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം ചപ്പാത്തി എടുക്കും, എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസം പുട്ട് എടുക്കും. അപ്പൊ മാറി എനിക്ക് അപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ അത് പണിയില്ലല്ലോ. മറ്റേത് എന്ന് പറയുമ്പോൾ ഇച്ചായിയുടെ കൂടെ ഉള്ളപ്പോൾ ഇച്ചായിക്ക് കുറച്ച് നമ്മൾ അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടി നോക്കും. ഇപ്പൊ ഇച്ചായി ഫുഡിന്റെ ഇത് കൺട്രോൾ ചെയ്തേക്കുന്നതുകൊണ്ട് ഞാനും ഇപ്പൊ കുറെ കൺട്രോളായി. ഞാനും ഇതേപോലെ ഞാൻ കൺട്രോൾ എന്നല്ല പറയുന്നത്, എനിക്ക് മടിയായി ശരിക്കും. ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. ഞാൻ തുറന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല, എനിക്ക് ഭയങ്കര മടിയായി. പിന്നെ ചെമ്മീൻ കാര്യങ്ങളൊക്കെ വാങ്ങിയാൽ അതൊക്കെ ഞാൻ സ്പീഡിൽ ചെയ്യും. പക്ഷെ ബാക്കി ഫുഡ് ഉണ്ടാക്കാനുള്ള കാര്യം വരുമ്പോഴത്തേക്ക് അയ്യോ ഇത് ഉണ്ടാക്കും ഞാൻ. അത് കൂടുതൽ പ്രശ്നം വരുന്നത് വെച്ചാൽ ഇത് ചായ കഴിക്കില്ലല്ലോ, അപ്പൊ ഞാൻ കഴിക്കണമല്ലോ, അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറച്ച് വരുന്നുണ്ട്. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് പോണു ഞാൻ. അതിന് മടി എന്ന് പറയുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനും അഡ്ജസ്റ്റ് ചെയ്താണ് ഇങ്ങനെ പോണത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ബീഫ് വാങ്ങിയിട്ട് ഇച്ചായിക്ക് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കയറണോണ്ട് ബീഫ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റും. ബീഫ് ചിക്കനൊക്കെ കഴിക്കാം. അപ്പൊ ബീഫ് ഞാൻ അങ്ങനെ അതുകൊണ്ട് ബീഫ് വാങ്ങിപ്പിച്ച് കഴിഞ്ഞ ദിവസം ബീഫാണ് വെച്ചത്. പക്ഷെ ബീഫ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പൊ അത് ഇന്ന് രാവിലെ ഇച്ചായി കഴിക്കൂല. അപ്പൊ ആ ബീഫ് ഞാൻ ചപ്പാത്തിക്ക് ആഡ് ചെയ്ത് ഇച്ചായി 6:30 പറഞ്ഞില്ല, ഇച്ചായി 6:30 എഴുന്നേക്കും. എന്നിട്ട് ഇച്ചായി ഒരു ഫുഡ് എടുക്കും. ഏത്തപ്പഴോ മുട്ട പുളിസേടിച്ചോ അല്ലെങ്കിൽ പുഴുങ്ങിയൊക്കെ അങ്ങനെ കഴിക്കും. ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഇച്ചായി പറഞ്ഞ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങോ അല്ലെങ്കിൽ ചിലപ്പോൾ ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചപ്പാത്തി കഴിക്കുന്നു. സ്വീറ്റ് പൊട്ടറ്റോ മതി എന്നുകൊണ്ടാണ് കേട്ടോ ഇത് കഴിച്ചത്. പക്ഷെ ഒരു ചപ്പാത്തി അങ്ങനെയൊക്കെ കഴിക്കണുള്ളൂ ആള്. അപ്പൊ എനിക്കൊരു മനസ്സിലൊരു മടുപ്പ് വരും. ഉണ്ടാക്കാനായാലും ഞാൻ ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ട് എന്തിനാണ് ഈ ചായ കഴിക്കുന്നില്ലല്ലോ. പിന്നെ എനിക്കാകുമ്പോൾ എന്തെങ്കിലും ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ മതി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഉണക്കച്ചെമ്മീൻ വാങ്ങിയത്. കാരണം എനിക്ക് രാത്രിയൊക്കെ ചായ വെജിറ്റബിൾസ് ആണ് പുള്ളിക്കാരൻ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ എനിക്കുള്ളത് ചോറുണ്ടാവും. അവർ ഉച്ചക്ക് കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂടാക്കി തലേദിവസത്തെ കറി ചൂടാക്കി കഴിക്കും. അപ്പൊ കറി വെക്കണ്ടല്ലോ, മടി. ഞാൻ നേരത്തെ പറഞ്ഞ മടി, തലേദിവസത്തെ കറി ചൂടാക്കി കഴിക്കും. അപ്പൊ രാത്രിത്തേക്ക് ഞാൻ ചോറ് കഴിക്കുമ്പോൾ എനിക്ക് കറി ഉണ്ടാവില്ല. അപ്പൊ കറി ഉണ്ടാക്കാൻ മടി വരുമ്പോൾ ഇതേപോലെ ഉണക്ക ചെമ്മീൻ പാക്കറ്റൊക്കെ കടയിൽ നിന്ന് വാങ്ങും, വറുത്ത പാക്കറ്റ്. അപ്പൊ ഇച്ചായി കഴിഞ്ഞ ദിവസം വറുത്ത പാക്കറ്റ് വാങ്ങി അങ്ങനെ കഴിക്കണം. അതിന് ഭേദം ഇങ്ങനെ പാക്കറ്റ് വാങ്ങിയ പോലെ എനിക്ക് ഉണ്ടാക്കാമല്ലാന്ന് പറയും. അപ്പൊ അങ്ങനെ വാങ്ങിയതാണ്. അല്ലാതെ വേറെ യാതൊരു ഇതില്ല. കുറച്ച് മടി എനിക്ക് വന്നതേ ഇപ്പൊ മഴ വന്നക്കാലം മുമ്പ് തുണി ഉണക്കിയതൊക്കെ എടുത്ത് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഞാൻ ലൈറ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ കാണൂല ഇച്ചായി ലൈറ്റ് ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇച്ചായി ഇവിടെ ഇരുന്ന് TV അറിഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കണം പോസ്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പൊ ഇച്ചായി ഇവിടെ കിടന്നിട്ട് ഫോണിൽ വേറെ എന്ത് പരിപാടിയാണ്. ഞാൻ പറയണായിരുന്നു ഫാൻ കുഴപ്പമില്ലല്ലേ. അപ്പൊ ഞാൻ പറയണായിരുന്നു എനിക്ക് മടി പിടിച്ചു ഇച്ചായി ഫുഡ് അല്ലേ, ഇച്ചായി ഫുഡ് കൺട്രോൾ ചെയ്തപ്പോ എനിക്ക് മടി പിടിച്ചെന്ന് പറയുന്നത് സത്യമല്ലത്. ചോറ് കഴിക്കലുണ്ട്, പക്ഷെ കറികൾ കാര്യമായിട്ട് രീതിയിൽ ഞാൻ വെക്കണില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ കറി ഞാൻ കാര്യമായിട്ടൊന്നും വെക്കണില്ല. എനിക്ക് എന്താണ് മടി, ഭയങ്കര മടി. അപ്പൊ ഈ ചായയുടെ സ്വീറ്റ് പൊട്ടറ്റോ അവിടെ കിടന്ന് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിയണേ. എന്താണ് ഇവിടെ പണി? ഇവിടെ എന്താണ് പണി? കഴിക്കുക അതെ. നല്ല പോലെ ഇതാക്കി എടുത്തിട്ടുണ്ട്. നീ ഉടച്ച് പണ്ടാണ് ഉടച്ചങ്ങനെ എടുക്കണേ. കണ്ടാ ഡ്രിങ്ക്സ് ഇപ്പോഴും ഡ്രിങ്ക്സിന്റെ കാര്യം പറയുള്ളൂ. ഇപ്പൊ കഴിക്കുമായിരുന്നു. ഇത്രയൊന്നും കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റൂലത്. കഴിക്കും, പക്ഷെ അത് യാതൊരു കഴിച്ചാലും എന്താ പറയാ കഴിക്കാത്തൊരു ഫീലായിരിക്കും ചായ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അത്രയും വലിയ പിന്നെ എനിക്ക് കുറച്ച് ശല്യമാകും എന്നുള്ളൊരു കാര്യം മാത്രമേ. കുടിച്ചു കഴിഞ്ഞാൽ ശല്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പുന്നാരിപ്പിച്ച് കവളിൽ പിടിച്ച് മേത്ത് പിടിച്ച് ഇങ്ങനെ പുന്നാരിപ്പിച്ചേ ഇരിക്കും. അപ്പൊ എനിക്ക് ഭ്രാന്ത് കയറും. കണ്ടിട്ട് മതി ഇത്തിരി മതി കേട്ടോ. ഭയങ്കര ഉണ്ടാക്കിയെടുത്തതാണ്. ഉണ്ടാക്കിയെന്ന് വെച്ചാൽ വെറുതെ ഉണ്ടാക്കില്ല, തേനീച്ചൽ വെച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. തേനീച്ചൽ വെച്ച് അങ്ങനെ അതൊന്നുമില്ല. നല്ല തേനാട്ടാ, നല്ല അടിപൊളി തേനാണ്. ഒരു സാധനം മിക്സ് ആയിട്ടുണ്ട്. എന്തോ ഒരു സാധനം മിക്സിംഗ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മിക്സിംഗ് അല്ല, മിക്സ് ആയിട്ടുണ്ടെന്ന് കിട്ടി. മാറി പിടിച്ചത് കാണിച്ചു കൊടുക്കണ്ടാവുള്ളൂ. ഈ ഒരു ഫുഡ് നിങ്ങൾ ട്രൈ ചെയ്യണത് ബെറ്ററാണ് കേട്ടോ. ബിനീഷ ഇതാണ് ഗ്രീക്ക് യോഗട്ട്. 25 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും ഇതിനകത്ത്. അതും കൂടി ഒരു സ്പൂണിൽ ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുത് മതി. ഇട് കുറച്ചും കൂടി മതി. ഓക്കെ.
അതിൽ നിന്ന് അടിച്ച് മാറ്റാനുണ്ടോ? ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഇതേപോലെ മാറി ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ആശാൻ തന്നെ ചെയ്യട്ടെ. ഇപ്പോൾ ഇതെല്ലാം കൂടി ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. തേനും നമ്മുടെ ഗ്രീക്ക് യോഗട്ട് പിന്നെ അതേപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഇതിങ്ങനെ എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഗ്യാസൊക്കെ കയറും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട്. ആ സമയത്ത് നമ്മൾ കപ്പയോടൊപ്പം ബീഫ് ചിക്കനൊക്കെ കഴിച്ചോ കേക്കൊക്കെ നമുക്ക് അന്നത്തെ ദിവസം ഗ്യാസ് കയറും. അപ്പോൾ അതുകൊണ്ട് ചമ്മന്തി കൂട്ടിയാൽ എപ്പോൾ ഗ്യാസ് കയറി ചമ്മന്തി കൂട്ടി കഴിഞ്ഞാൽ അപ്പോൾ ഗ്യാസ് കയറും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മീനോ അങ്ങനെ ഫിഷ് പ്രോട്ടീൻ ആയിട്ടുള്ള എന്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് ഇത് വേണമെങ്കിൽ ചിലവർക്ക് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ. അതിനും ഒരു ടേസ്റ്റാണ്. നമ്മുടെ ഫുഡ് നമ്മുടെ ശരീരത്തിന് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മുസ്ലിം അതും കൂടി കഴിക്കും. അതോടെ ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു. ഇത്രയൊക്കെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഞാൻ മടി പിടിച്ചെന്നുള്ളത്. ചായക്ക് ചെയ്യുന്ന രീതിയിൽ ചായ കുക്ക് ചെയ്യും. അപ്പം എനിക്ക് വേറെ പണിയില്ല സത്യം പറഞ്ഞു. അപ്പം ഞാൻ ചിലപ്പോൾ കുറച്ച് ചോറൊക്കെ വെക്കുമ്പോഴത്തേക്ക് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആരെങ്കിലും ഒരാൾ വീട്ടിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഫുഡില്ലല്ലോ എന്നുള്ള ആ ഒരു ടെൻഷൻ വരും. അതുകൊണ്ട് എപ്പോഴും ഞാൻ ചോറ് എപ്പോഴും കുറച്ച് കൂടുതൽ ഇടും. അതുപോലെ കറി വെക്കുമ്പോഴും അതെ ഞാൻ പിച്ച് വെക്കാറില്ല. എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും എല്ലാവരും പറയാം മിച്ച് പറയും നിങ്ങൾ രണ്ടുപേരും ഇച്ചിരി വെച്ചാൽ പോരെ പറയും. അതുപോലെ അടുത്തുള്ള ഫ്രണ്ട്സ് വീട്ടിലെ നിങ്ങൾ രണ്ടുപേരല്ലോ കുറച്ച് വെച്ചാൽ പോരെന്ന് പറയും. പക്ഷെ കുറച്ച് വെച്ചാൽ എനിക്ക് സമാധാനം കിട്ടണം. എപ്പോഴും ഇവിടെ അത് വേറൊന്നുമല്ല, പെട്ടെന്ന് ഒരാൾ കയറി വന്നാൽ നമ്മുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാവണം. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കും. അത് എനിക്ക് നിർബന്ധമാണ്, വിനീഷക്ക് നിർബന്ധമാണ്. എൻ്റെ അമ്മച്ചാണെങ്കിലും അപ്പനാണെങ്കിലും അതേ സെയിം തന്നെ ഫോളോ ചെയ്യുന്നവരാണ്. അവരിൽ നിന്നാണ് ഞങ്ങളും കണ്ടുപിടിച്ചത്. എന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ കണ്ടത്. എന്റെ വീട്ടിൽ അതേപോലെ പിച്ച് വെക്കണ രീതി അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം ഒരു കറിയാണ്. അതായത് ഒരു ദിവസം ഒരു കറി എന്ന് വെച്ചാൽ ഇപ്പം മീൻ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മീൻ പകുതി ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി നാളത്തേക്ക് വെക്കേ ആ ഒരു ഏർപ്പാടില്ല. ആ മീൻ വാങ്ങി അന്ന് തന്നെ കറി വെക്കും. ചൂടാക്കി നമുക്ക് കാര്യം ഒരാൾ വന്നാലും നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഇല്ലാതിരിക്കാൻ പെട്ടെന്ന് ഒരാൾ വിശക്കുന്ന പറഞ്ഞാൽ നമ്മുടെ കസിൻസ് ഫ്രണ്ട്സ് ആരെങ്കിലും എനിക്ക് വിശക്കണം വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് കാരണം അത് അങ്ങനെ വെക്കും. പിന്നെ ഇപ്പൊ പിന്നെ ബിനീഷൊക്കെ സുഖമാണ് ചോറ് മാത്രം കറി വെച്ചെങ്കിലും കറി എന്നാലും ഞാൻ കുറച്ച് വെച്ചാലും ഫ്രിഡ്ജിൽ എപ്പോഴും ഇപ്പൊ ഈ ചായ ചിക്കൻ കഴിക്കുന്നുണ്ട്. ചിക്കൻ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും വന്നാലും എനിക്ക് പെട്ടെന്ന് ചിക്കൻ കറി വെക്കാൻ മുട്ട ഒരു ട്രേ നിറയെ മുട്ടയുണ്ടാവും. അപ്പൊ ചിക്കൻ തിന്നാത്ത ആൾക്കാർക്ക് മുട്ട കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ഇത് പോണതുകൊണ്ട് കുഴപ്പമില്ല. ഇത് മാത്രമല്ല കേട്ടോ, പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാര്യം ഞാൻ സാലഡൊക്കെ വെജിറ്റബിൾസ് കാര്യങ്ങളുണ്ടാവും. പിന്നെ അതുകൊണ്ട് ആര് വന്നാലും പ്രശ്നമില്ല. ഇപ്പൊ ജിബിയും കൊച്ചും വന്നു കഴിഞ്ഞാലും ഞങ്ങൾ വിളിക്കും ചെമ്മീനെ എന്തെങ്കിലും ഞാൻ വിളിക്കും. ഇന്ന് ചെമ്മീനുണ്ട് ഉച്ചക്ക് ഇവിടെ കഴിക്കാൻ കറങ്ങാന്ന് പറയും. ഞാൻ അഥവാ അവരറിയാതെ ചിലപ്പോൾ കയറി വരുമ്പോഴത്തേക്കും ചെമ്മീൻ അതൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കാം എന്ന് പറഞ്ഞാൽ അവർ ചോറ് കഴിച്ചതാണെങ്കിലും ചെമ്മീനാണെങ്കിൽ കഴിക്കൂല. പക്ഷെ ഞങ്ങൾ നിർബന്ധിക്കും. അപ്പൊ കഴിക്കും. അത് നിർബന്ധിക്കണം. ഇവിടെ ഫ്രണ്ടിൽ പോയിട്ട് ഇരുന്നിട്ടൊക്കെ വിനീഷ സൂപ്പറാണ് അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനെ നിർബന്ധിച്ച് കുഞ്ഞി ചെമ്മീൻ എന്ന് പറയുന്ന ജിബി ടേസ്റ്റ് ആണ്. ചോറിൽ ഇങ്ങനെ കുഴച്ചിങ്ങനെ അടിക്കപ്പെട്ടില്ല. ഇത്തിരി എടുത്ത് കൊടുത്തേക്കില്ലേ പിന്നെ ടേസ്റ്റ് കൊണ്ട് പിന്നെ രണ്ടാമത് കഴിച്ച് ആളെ വയറ് നിറച്ചിട്ട് കൊടുത്ത് പോകും. കാര്യം ജിബി ഓൾറെഡി കുറച്ച് ഫുഡ് കഴിച്ച് മെയിൻ ചെയ്യാൻ കഴിക്കും. പക്ഷെ ഫിനിഷ് ഇവിടെ വരുമ്പോൾ അപ്പൊ അങ്ങനെ പോകണം. അപ്പൊ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ മടി എന്ന് പറഞ്ഞില്ലേ, അത് മെയിൻ ഇതാണ്. ഫുഡ് ചായ തന്നെയാണ് കുക്ക് ചെയ്യണത്. അപ്പൊ ഞാൻ വിചാരിക്കും എനിക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിസ്സാരം ഉണക്ക ചെമ്മീനോ ചമ്മന്തിയോ ചമ്മന്തിയൊക്കെ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നിട്ടുണ്ടാവും ഉണക്ക ചെമ്മീൻ ഒരു പാക്കറ്റ് അരക്കിലോ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചമ്മന്തിയൊക്കെ നടക്കണം. തേങ്ങ ചമ്മന്തി രാത്രിയൊക്കെ തേങ്ങ ചമ്മന്തിയൊക്കെ തിന്നുകളില്ല. എനിക്ക് അങ്ങനത്തെ കറികളോടാണ് ഇഷ്ടം. അല്ലാതെ എനിക്ക് ചിക്കൻ വേണം മട്ടൻ വേണം ചിക്കനൊക്കെ കാണുന്നത് ഇഷ്ടമല്ല. പച്ചക്കറി ആണെങ്കിൽ ഞാൻ കൂടുതൽ സന്തോഷം. പൊരിഞ്ഞ മഴ നടക്കണേട്ട മുറ്റത്ത് ഞാനും ചായ ചെയ്യുന്നതും കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് നല്ല മഴ തന്നെ നല്ല മഴ. കുറച്ചു നേരം നല്ല വെയിലായിരുന്നു കേട്ടോ. വെയിൽ കഴിഞ്ഞപ്പോഴത്തേക്കത്തെ പൊരിഞ്ഞ മഴ തുടങ്ങി. വെട്ടൂലേ? അതായത് വെട്ടൂലേ? അത് ഓഫാക്കി കോപ്പിറൈറ്റ് കിട്ടും. ഞാൻ സിനിമ വെച്ചേക്കണേ സിനിമയുടേതായാലും കോപ്പറേറ്റ് കയറും. അപ്പൊ അതെ ചായ ചെറിയൊരു പണിയില്ല. എന്താണ് ചെയ്യാൻ പോണ? നമ്മുടെ ബീൻസ്, അതെ കറി വെക്കണ ബീൻസല്ല, ഈ ബീൻസ് നിറയ്ക്കാൻ വേണ്ടിട്ട്. ഇത് ഓൾറെഡി നമുക്ക് അവര് വെറുതെ തന്നു വിട്ടതാണ് ഇത്രയും. അതായത് എന്താണ് ഈ ചായ കാര്യം പറയൂ. നമ്മുടെ വീഡിയോ കാണാൻ തന്നെയായിരുന്നു. അതെ അത് ഇതിനകത്ത് കൂടുതലും ഇട്ടിട്ടുണ്ട് കേട്ടോ. അവര് യൂസ് പാക്കറ്റ് തന്നിരുന്നത്. അപ്പൊ അതിനൊപ്പം അതിന്റെ ബാക്കി നാല് സംതിങ്ങാണ് തന്നത്. അതില് ബാക്കി വന്ന ഈ 5ാമത്തെ പാക്കറ്റാണ് നമുക്ക് തന്നു വിട്ട. വേണമെങ്കിൽ നിങ്ങള് കൊണ്ടുപോയിക്കോ വന്നിട്ട് നിറച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ സിനിമ കാണുന്നതിന്റെ ഇടയ്ക്ക് തീരാറായി സിനിമ. പിന്നത്തെ സ്പെഷ്യലാണ് ഇന്ന് കുറച്ച് ചെമ്മീൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതെ കുടപ്പൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഈ കുടപ്പൻ നല്ല നാടൻ കുടപ്പനാണ്. നമ്മളെ വരവ് കുടപ്പനല്ല. ഈ തമിഴ്നാട്ടിലൊക്കെ വരവ് കുടപ്പൻ വെക്കുമല്ലോ, അതങ്ങനെയല്ല. നാടൻ കുടപ്പൻ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ 2 വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറെ നാളെ അത് കഴിച്ചിട്ട് കുടപ്പൻ. അപ്പൊ എന്തായാലും അത് കറി വയ്ക്കാന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ബീൻസ് കണ്ട ബീൻസ് പക്ഷെ ചളങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ.
കണ്ടോ നല്ല അടിപൊളിയായിട്ട് നീക്കിട്ട് അവര് പറഞ്ഞത് ഇങ്ങനെ ചിലത് ഇങ്ങനെ നെങ്ങി പോകുമല്ലോ നമ്മൾ കുറെ നാള് അതെ ചെറുതാവും കണ്ടാ പക്ഷെ അത്ര വ്യത്യാസം ഉണ്ട് ഇല്ലല്ലേ ചെറുതും വലുതൊക്കെ ഇവിടെ മിക്സ് ആക്കി തോന്നിച്ചായി പക്ഷെ കണ്ട് ചെയ്യാൻ വേണം ഞാൻ എന്തായാലും ഒന്ന് പിടിച്ചു കൊടുക്കട്ടെ ടീച്ചായിക്ക് ഒന്ന് പിടിച്ചു കൊടുക്കട്ടെ അപ്പൊ കുടപ്പനും കാര്യങ്ങളൊക്കെ അറിയൊക്കെ വെച്ചിട്ട് ഇത് നമുക്ക് കാണാം കേട്ടോ. ഞങ്ങൾ ചെമ്മീൻ വാങ്ങി ഞങ്ങളെപ്പോഴും ഈ ചേട്ടൻ്റെ അടുത്ത് നിന്നാണ് ഇപ്പൊ ഇടക്ക് ഇവിടെ വാതിക്കൽ വന്ന് ഹോണടിക്കും ഞങ്ങളെ വിളിക്കും. ചെമ്മീൻ നല്ല പുഴമീൻ അല്ലേ ചേച്ചി പുഴമീനുകൾ പൊടിമീൻ ഉണ്ടാവും പിന്നെ എന്തൊക്കെയാണ് കരിമീനൊക്കെ ഉണ്ടാവൂലേ അതെ അതിൽ പിരോപ്പിയും കാര്യങ്ങളൊക്കെ ഗൂഗിൾ പേ വേണം ഗൂഗിൾ പേ വേണം എപ്പോഴും വരുമ്പോ ശരിയാക്കിട്ടെ കൊച്ച് ജിപ്പിയൊക്കെ വാങ്ങി ഞങ്ങൾ അപ്പൊ അത്രയും സാധനങ്ങൾ വാങ്ങിയപ്പോഴത്തേക്ക് 450 രൂപ കയ്യിൽ കൊടുക്കാൻ വേണ്ടിട്ട് കാശില്ല. ഗൂഗിൾ പേ ഉണ്ടായിട്ട് ഗൂഗിൾ പേ ഇല്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഗൂഗിൾ പേ എടുപ്പിച്ച് ഞങ്ങൾ ആളെ കൊണ്ട് ചെമ്മീനാണ് ചൂടുന്ന മീനും തെളി ചെമ്മീനാണ് അതെ അത് ഞങ്ങൾ വാങ്ങിയിട്ട് സൂപ്പർ ചെമ്മീൻ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളും പണിയും കാര്യങ്ങളും കറി വെച്ച് എല്ലാം ഞാൻ റെഡിയായി. ഞാൻ കറി വെച്ച് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇച്ചായി അടുക്കളയിലോട്ട് ഒരു കയറലുണ്ട്. ആന കരിമ്പൻ കാട്ടിന്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് കയറണ പോലെ. അപ്പൊ ആനക്കുട്ടി കരിമ്പൻ കാട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഇച്ചായിക്കുള്ള കറി വെക്കാനാണ് ഇന്ന്. ഇച്ചായി ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ സാധാരണ ഇച്ചായി എന്താണ് ഫ്രൈ ചെയ്യാണ് കുറച്ച് അതെ എപ്പോഴും അല്ലട്ടാ അതായത് ചെറിയ കുറച്ച് എണ്ണയില് അങ്ങാട് ഇങ്ങോട്ടൊക്കെ മറിച്ച് അതായത് എണ്ണ അല്ലട്ടാ എന്നാണത് മറ്റേ സാധനം കാണിച്ചേ ആ എണ്ണ എന്താണ് തവിടെണ്ണയില് അപ്പൊ അതിനകത്തിട്ടാണ് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യുമ്പോ എന്ന് പറയുന്നത് നമ്മൾ ഒഴിക്കാൻ പോലെ കുറെ അങ്ങാടൊന്നും ഒഴിക്കൊന്നുമില്ല. ഒരു 1.5 സ്പൂൺ 2 സ്പൂൺ അതിനിടയിൽ മാത്രം എണ്ണയിൽ ഒഴിച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. അതെ സ്പൂൺ ഉണ്ടാക്കും ചിലവരെ തൂത്തെടുക്കണൊക്കെ കാണാം. അപ്പൊ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം വെളുത്തുള്ളി ഇഞ്ചിയും അരിയാനും ഇതിലൊക്കെ മടിയായതുകൊണ്ട് ഈ സാധനം ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന പോലെ കണ്ടിട്ട് ചെയ്യാൻ നിൽക്കണ്ട. എന്റെ രീതിയിൽ എന്റെ ബോഡിക്ക് അഡാപ്റ്റ് പല രീതിയിൽ അവർക്ക് മിഠായി ചോക്ലേറ്റ് കഴിക്കുന്നവരുണ്ട്. അവർക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഇച്ചായിക്ക് ചേടാ കോച്ചെന്ന് എന്താ പറയണ ട്രെയിനർ പറഞ്ഞു കൊടുത്തേക്കുന്ന ഫുഡുകാർ ആ ഒരു രീതിയിലാണ് ഇച്ചായി പോണേട്ടാ. പക്ഷെ ഇച്ചായി നിങ്ങൾ വിചാരിക്കട്ടോ ഇച്ചായി ഇനി ജിമ്മനായിട്ട് വരും. ഇച്ചായി അങ്ങനത്തെ ജിമ്മോ കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് ഫിറ്റ്നസ് ആയിക്കണം. ഇച്ചായിക്ക് ഇനി ഫുട്ബോൾ കളിക്കണം. അപ്പൊ അതിനോടുള്ള ഒരു അല്ലെ തുടക്കമാണ് ഇത്. അറിയാലോ ഇച്ചായി ഫുട്ബോള് അതെ നമ്മുടെ ഫുട്ബോൾ പ്ലെയർ ആണ്. അപ്പൊ പ്ലെയറിന് ഇനി ഫുട്ബോള് കളിച്ചു തുടങ്ങാനുള്ള അല്ലെ അതെ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങും. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പ് കാര്യങ്ങളാണ്. ഇപ്പൊ ഇനി ചിലപ്പോൾ 2 കൊല്ലം കഴിയുമ്പോഴായിരിക്കും ഇച്ചായി കളിച്ചു തുടങ്ങാൻ തയ്യാറെടുക്കണം. പക്ഷെ ഇപ്പോഴേ പുള്ളിക്കാരൻ സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്തേക്കണേന്ന്. അപ്പൊ അതിന്റെ ഇതാണ്ടല്ല അത് ജിമ്മനാകാൻ വേണ്ടിട്ടോ അല്ലെ മസിൽ വെക്കാനോ അതൊന്നല്ല ബോഡി ഒന്ന് അല്ലെ അടുത്ത മാസമാണെങ്കിൽ 2 ആഴ്ച പ്രാക്ടീസ് തുടങ്ങും. അതെ ട്രോഫികൾ ഇവിടെ വാങ്ങിക്കൂട്ടി വെച്ചില്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ടൈം എടുത്ത് ചിലപ്പോൾ 1-2 വർഷമൊക്കെ എടുത്തിട്ടായിരിക്കും ഗ്രൗണ്ടിലോട്ട് ഇറങ്ങും. അത്രയും ടൈം എടുക്കണം. നല്ലോണം പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നമ്മുടേതായ കോൺഫിഡൻസ് ലെവൽ കറക്റ്റ് ആക്കി വരണം. അതായത് നല്ല പവറിൽ കളിക്കും. അല്ലാതെ നമ്മൾ ഇഞ്ചുറി ആയിട്ടൊക്കെ കളിച്ചാൽ പിന്നെ അടുത്ത ഇഞ്ചുറി വരുത്തി. ഈ ഇതിനകത്തോട്ട് നോക്കിയാൽ തന്നെ അറിയാലോ. ഇത് കണ്ടല്ലോ വലിയ വെളിച്ചെണ്ണ ഉണ്ടാകുന്നത് നോക്കിയേ. വെളിച്ചെണ്ണ അല്ല ഇപ്പൊ ഒഴിച്ചാൽ കവിടെണ്ണ ഞാൻ വലുത് തട്ടിക്ക് പിടിക്കുന്നുണ്ട് എണ്ണ കുറവായിട്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചായ കഴിക്കുന്നത്. അപ്പൊ ഞാൻ വെക്കുമ്പോൾ എന്ന് പറയുന്നത് എനിക്ക് തൃപ്തിயான രീതിയിൽ ഞാൻ വെക്കുള്ളൂ. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ടേസ്റ്റോടെ കൊടുക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചാലും ഞാൻ വെക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ചായ തന്നെ ചായക്ക് ടേസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ കഷ്ടം തോന്നുന്നു നമുക്ക് പാവം തോന്നാറുണ്ട്. പിന്നെ ഞാൻ രാവിലെ കഴിച്ചത്. അപ്പൊ ചിക്കൻ വെച്ചോണ്ടിരിക്കുന്നത് ഇത്രയും ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കൻ ഇന്നത്തേക്ക് ഉച്ചത്തേക്ക് രാത്രിത്തേക്കുള്ള ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇന്ന് മഴയാണ്. ഇപ്പൊ ഇച്ചിരി നോക്കി ഇച്ചിരി വെട്ടം വെച്ച് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും വെട്ടം വെക്കും അപ്പൊ തന്നെ ഇരുണ്ടുകുത്തി മഴ പെയ്യും. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പൊ ഇന്ന്. അപ്പൊ ചായ കാര്യങ്ങളെല്ലാം ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും കണ്ടില്ല ഓക്കെ മഞ്ഞപ്പൊടിയൊക്കെ പോയിട്ട് ചാക്കര പണിയെടുക്കുന്ന കാണും. മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല ഇതൊക്കെ ഇട്ട് ചായ ഒരു പിടുത്തം പിടിക്കും. അപ്പൊ ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ അല്ലെ. കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. ഇനി വൈകുന്നേരം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച്. അപ്പൊ നിങ്ങൾക്ക് വെറുതെ ബോറടിക്കണ്ട. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് എല്ലാം ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമന്റ്സും ആണ് ഞങ്ങളുടെ പ്രചോദനം. അപ്പൊ അല്ലെ അപ്പൊ എന്തായാലും ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ അതെ ഓക്കെ ബൈ.